ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള ഒരു ബാക്ക് നെക്ക് ഡിസൈനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഫ്രോക്കിൻ്റെ ബാക്ക് നെക്കാണിത്. ഇതിനായിട്ട് ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിനെ ഫോൾഡ് ചെയ്തതിന് ശേഷം മുകളിലൊന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം ഫോൾഡഡ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഒരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. ഈ അളവെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ കൊടുക്കാം. ഞാനിവിടെ ഇത്രയാണ് അളവ് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം പുറത്തേക്കൊരു 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അതേ അളവിൽ കട്ട് ചെയ്ത് എടുക്കുക. ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് പിടിപ്പിക്കുക. ക്ലോത്ത് എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഇട്ട് തന്നെ എടുക്കുക. അതിനുശേഷം ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പോർഷൻ, നെക്ക് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പോർഷൻ എടുക്കുക. അതിൻ്റെ മിഡിൽ പോർഷൻ എടുക്കുക. നല്ല സൈഡിലാണ് ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ചതിന് ശേഷം മിഡിൽ പോർഷനിൽ തന്നെ വെച്ചതിന് ശേഷം അകത്തൊരു ഇലാസ്റ്റിക് കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് പിൻ ചെയ്ത് വെക്കുക. മൂന്ന് സൈഡും പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഓരോ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നീഡിൽ കുത്തി നിർത്തി മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി എക്സ്ട്രാ ക്ലോത്തുകൾ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ചിടുക. മറിച്ചിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കിൻ്റെ സൈഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ആ ക്യാൻവാസിൻ്റെ മറു സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒന്നുകിൽ ഇങ്ങനെ മെഷീൻ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഹെം ചെയ്തെടുത്താലും മതിയാവും. 3 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബട്ടൺ കൂടെ വെച്ച് കൊടുക്കുക. ഇലാസ്റ്റിക്കിന് മുകളിലായിട്ട് ഒരു ഫാബ്രിക് ബോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video.